ഹലോ നമസ്കാരം. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിലവിൽ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കുറവ് ഭക്ഷ്യവിഹിതം ലഭിക്കുന്നത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് അരിക്ക് പുറമെ ഗോതമ്പ്, ആട്ട തുടങ്ങിയവയൊക്കെ ലഭിക്കുന്നു. പക്ഷേ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അരി മാത്രമാണ് ലഭിക്കുന്നത്. ജൂൺ മാസത്തിൽ നീല കാർഡുകാർക്ക് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. കൂടാതെ ഈ കാർഡിന് അധിക വിഹിതമായിട്ട് 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ആണ് ലഭിക്കുന്നത്. എന്നാൽ വെള്ള റേഷൻ കാർഡിന് 6 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭ്യമാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു വിഹിതം വെച്ചിട്ട് ഒരു കുടുംബത്തിന് ഒരു മാസം തള്ളി നീക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ കൊണ്ടാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര, അതായത് NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണന PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റാനായിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന തീയതി 30/6/2025 വരെ നീട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു അപേക്ഷകർക്ക് അംഗീകൃത അക്ഷയ കേന്ദ്രം വഴി അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി ഈ ജൂൺ 30 വൈകിട്ട് 5 മണി വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. നേരത്തെ ഇത് ജൂൺ 15 വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ്. ഇനി ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ആധുനിക വീടുകൾ, 1 ഏക്കറയ്ക്കധികമുള്ള ഭൂമി, ടാക്സി ആവശ്യങ്ങൾക്കല്ലാതെയുള്ള വാഹനം, ആദായ നികുതി അടയ്ക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്, ഒരു മാസം 25,000 മുകളിൽ വരുമാനം ഉള്ള ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് പിങ്ക് കാർഡിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ ഒഴിവാക്കൽ മാനദണ്ഡത്തിൽ പെടുന്ന കാര്യങ്ങൾ. ഇങ്ങനെയൊന്നും ഇല്ലാത്ത നീല വെള്ള കാർഡുകാർക്കാണ് മുൻഗണന കാർഡിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നിങ്ങളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്നും നിങ്ങൾ ഈ ഒരു BPLലേക്ക് അപേക്ഷിക്കാൻ അർഹനാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ വീട് സന്ദർശിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്കൊരു കാർഡിലേക്ക് ഉള്ള ഒരു തരംമാറ്റം ലഭ്യമാകുന്നത്. ഇതുകൂടാതെ നിങ്ങളുടെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, വിധവകൾ അങ്ങനെയുള്ള ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് മാറുന്നതിലേക്കുള്ള അവസരം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 30-ാം തീയതി ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ മാക്സിമം ഈ ഒരു ഇൻഫോർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്